അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉസ്മാൻ KC വ്ളോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യട്ടോ. അന്ന് നമ്മൾ പോകട്ടോ, നമ്മൾ അഫ്രബാദിൽ നിന്ന് തിരിച്ച് ജിദ്ദയിലേക്ക് പോകട്ടോ. 10 ദിവസം കഴിഞ്ഞ ശേഷം പോവുകയാണ്. ഇവിടെ കാലാവസ്ഥ തണുപ്പാണ്, അതാണ് ഡബിൾ കോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ജിദ്ദയിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. പോകുന്ന കാഴ്ച ചെറിയ ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ബാനിലാണുള്ളത്. നമുക്ക് ഇനി പോകാനുള്ള വണ്ടി ഈ രണ്ട് വണ്ടി കേട്ടോ. ഈ ബാനും ഉണ്ട്, അതുപോലെ തന്നെ ഈ വണ്ടിയും പോകുന്നുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ റഷ് ഈ വണ്ടിയും കൂടിയാണ് പോകുന്നത്. അത് നമ്മുടെ സുഹൃത്തിൻ്റെ അനുജൻ്റെ വണ്ടിയാണ്. ആ ബാന്, വെള്ള ബാന്. ഈ വണ്ടി ഞാനിപ്പോൾ നിൽക്കണ ഈ വണ്ടി ഒന്നിച്ചാണ് ഞങ്ങൾ ജിദ്ദിക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് 1000 സംതിങ് കിലോമീറ്റർ പോകണം, 1500 സംതിങ് കിലോമീറ്റർ ജിദ്ദിക്ക് ഉണ്ട് ഇവിടുന്ന്, ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ പോകുന്ന കാഴ്ചകളും അവിടെ എത്തിയുടെ കാഴ്ചകളും ചെറിയ കാണിച്ചിട്ടോ. വേറെ വലിയ ലേഖ അടുപ്പിക്കണില്ല. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ അഭിപ്രായം കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അഫ്രബാദിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാണ്. ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത് ഡയറക്റ്റ് ജിദ്ദ ഇനിയിപ്പോൾ ദമാമ് പോയിട്ടാണ് ഇൻഷാ അല്ലാ ജിദ്ദിക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ അഫ്രബാദിൻ്റെ ചെറിയൊരു ഭാഗം ഒരു മുറിക്കൂടെ അങ്ങനെ ദമാമിലേക്ക് പോവാണ്. നമ്മുടെ സംഖ്യത നേരെ ഇവിടെ 5 മണി കേട്ടോ, വൈകുന്നേരം 5 മണി. നേരെ ദമാമ് അവിടെ നേരെ ജിദ്ദ ഇൻഷാ അല്ലാ. അപ്പോൾ പോകുന്ന കാഴ്ചയിൽ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കട്ടോ. ഇത് അഫ്രബാദിൽ പാണ്ടട്ടോ. ഈ അഫ്രബാദിൽ പാണ്ടില്ലേ കണ്ടിരുന്ന പറയുന്നത് ഹൈപ്പർ പാണ്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇത് നേരെ വൈകുന്നേരം 5 മണിക്ക് പറഞ്ഞാൽ ഇവിടെ ഇട്ടായിട്ടോ. ഇവിടെ ഇപ്പോൾ വാങ്ങി മരുവാക്ക് വാങ്ങ് കൊടുത്തു കൊടുക്കാനായി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ജിദ്ദിയിൽ എത്തണ്ടേ. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഓയിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ പോകട്ടെ. അപ്പോൾ നമ്മൾ നീല വണ്ടി ഇവിടെ ഇവരിങ്ങനെ നേരെ ജിദ്ദിക്ക് പോകും. നമ്മൾ നേരെ വണ്ടി ഓയിൽ ചേഞ്ച് മാറ്റാൻ വേണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇത്രയും കിലോമീറ്റർ ഓടലല്ലോ, അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ അഫ്രബാദ് വിട്ടു ഏകദേശം ദമ്മാം എത്താനായിട്ടോ. അത് നാരിയിലാണ്. നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹോട്ടൽ കണ്ടപ്പോൾ ഇവിടെ നിന്ന് കയറിയതാണ്. ഏകദേശം വൈകുന്നേരത്ത് ചായ കുടിച്ച് നേരെ 8 മണിയൊക്കെ ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 8 മണിയായി. അപ്പോൾ നമ്മൾ മലയാളികളുടെ ഹോട്ടൽ കണ്ടപ്പോൾ കയറിയതാണ്. കയറി നോക്കുമ്പോൾ നമ്മൾ വയനാട്ടുകാരാണ്. ഏകദേശം ഇവിടെ നിന്നൊക്കെ നാസ്ത കഴിച്ചു. അപ്പോൾ നമ്മളൊരു പഴയ കഫീനെ കാണാനുണ്ട്. അതായത് 7 വർഷത്തിന് ശേഷം കഫീനെ കാണാൻ വേണ്ടി പോവുകയാണ്. 7 വർഷത്തിന് ശേഷം കേട്ടോ ദമ്മാമിലുള്ള. അപ്പം ഇനി കഫീലിനെ കാണണം. കഫീലിനെ കണ്ടിട്ട് പിന്നെ നമ്മൾ വേറെ സുഹൃത്ത് ജിദ്ദിയിലേക്ക് ഉണ്ട്, അവനെ കൂട്ടിയിട്ട് വേണം ഇനി ജിദ്ദ വഴി പോകാൻ, ജിദ്ദിയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഏതായാലും കഫീലിനെ വിളിച്ചു, കണ്ടുമുട്ടി കഫീലിനെ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രി 1 മണിയൊക്കെയാണ്. അപ്പോൾ കഫീൽ രാത്രി 1 മണിയായപ്പോൾ ഞങ്ങളെ വിട്ടില്ല. അപ്പോൾ നമ്മൾ മുഹമ്മദാലിനെ കണ്ട് നേരം വൈകി. ഇവിടെ എത്തിയപ്പോൾ നമ്മളെ സുഹൃത്ത് മുഹമ്മദാലിനെ കാണാൻ വേണ്ടി പോയി ആദ്യം ദമാമിന് എത്തിയതിന് ശേഷം, എന്നിട്ടാണ് കഫീലിനെ എത്തിയത്. അപ്പോൾ മുഹമ്മദാലിനെ കണ്ട് നേരം വൈകി. കഫീലിനെ എത്തിയപ്പോൾ ഏകദേശം 12-1 മണിയൊക്കെയാണ്. അപ്പോൾ കഫീൽ ഞങ്ങൾ അന്നേരത്തെ വിട്ടില്ല. ജിദ്ദിയിലേക്ക് ഒരുപാട് ലോങ് പോകാനുള്ള രാത്രി ഡ്രൈവ് ചെയ്ത് പോകരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ച് നിർത്തി. ഒരിക്കലും വിട്ടില്ല, എന്ന് പോകരുത്. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഫീൽ നമുക്ക് കിടക്കണിക്കുള്ള ബെഡ്, തലയിണ, പുതപ്പ് എല്ലാവർക്കും 3 ആൾക്കും നമ്മൾ കഫീൽ കൊടുക്കുന്ന മജ്ലിസിൽ കിടക്കാൻ വേണ്ടി പറഞ്ഞു. വലിയ മജ്ലിസാണ്, മസാല മജ്ലിസ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി രാവിലെ എടുക്കുന്നൊരു വീഡിയോ കേട്ടോ. അപ്പോൾ കഫീൽ ഒരിക്കലും വിട്ടില്ല. രാത്രി ഒരുപാട് ലോങ് പോകാനുള്ള ബുദ്ധിമുട്ടാണ് പോരുന്നത്. രാവിലെ എണീറ്റ് പോയിക്കുള്ള തന്നെയാണ് ഞങ്ങളിവിടെ എടുത്ത് ഏകദേശം എടുത്ത്. ഇപ്പോൾ രാവിലെ എണീറ്റ് 8 മണിയൊക്കെയാണ് കേട്ടോ, 8-9 മണിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ് നേരെ ജിദ്ദയിലേക്ക്. അങ്ങനെ നമ്മൾ കഫീലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ദമാമിൽ നമ്മൾ കഫീലിന് ഏകദേശം വീടിൻ്റെ അടുത്താണ് അടുക്കള തന്നെ ഹോട്ടൽ, മലയാളികളുടെ ഹോട്ടൽ. അപ്പോൾ ഇവിടെ എത്തി നാസ്ത കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് നേരെ പോകണം നമുക്ക് ഇനി ജിദ്ദയിലേക്ക്. അങ്ങനെ നമ്മൾ സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരമായ റിയാദ് സിറ്റിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. റിയാദ് ടൗണിലൂടെ നമ്മൾ പോകുന്നത് ജിദ്ദയിലേക്ക്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ മുഹമ്മദ് അലിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ സുഹൃത്ത് ഫ്രണ്ടിൽ ഇരിക്കുന്നത്, ഞാൻ നമ്മുടെ ബാക്കിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അത് റിയാദ് സിറ്റിന് ഏത് ടൈമിനും റഷ് കേട്ടോ. മാഷാ അല്ലാഹ്, എന്ത് റഷാണ്. നമ്മൾ ജിദ്ദനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിയാദ് സിറ്റിക്ക് നല്ല റഷ് കേട്ടോ. അപ്പോൾ റിയാദ് സിറ്റിയിലൂടെ പോകുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റിയാദുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പനിയിൽ അറിയിക്കട്ടോ. റിയാദ് സിറ്റിയിലൂടെയാണ് പോകുന്നത്. ഈ ഭാഗം കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല റഷ് കേട്ടോ. അതായത് റിയാദ് സിറ്റി ഏത് റോഡ് നോക്കാനും നല്ല റഷാണ് റിയാദ് സിറ്റി. ജിദ്ദ മാതിരല്ല. ഏതായാലും നമ്മൾ ഏകദേശം നമ്മൾ കേച്ചിലായിട്ടുണ്ട്. നല്ല ഒരുപാട്, അതായത് ഒരു 1 മണിക്കൂറോടെ നമ്മൾ റോഡ് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ റിയാദ് സിറ്റിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല റഷാണ്. നമ്മളിങ്ങനെ ഓരോ സംസാരിങ്ങനെ പോയിക്കൊണ്ട് കണ്ട് വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ റിയാദ് കഴിഞ്ഞ് നമ്മൾ ജിദ്ദയിലേക്ക് പോകുന്ന വഴിയായിട്ട് നമ്മളിവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയത്. അപ്പോൾ നമ്മൾ ഏകദേശം ഭക്ഷണം കഴിക്കാൻ നേരമായി. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതാ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കീഴിലാണ്. യമനികളുടെ ഫുഡാണെന്ന് തോന്നുന്നത്, കയറിയ ഹോട്ടൽ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. അവിടെ ഇരിക്കുകയാണ്. റിയാസും മേമാലൊക്കെ കയ്യാക്കി റെഡി ആയിട്ട്, ഞാൻ കയ്യാക്കി ഓൾറെഡി റെഡി ആയിരിക്കുകയാണ് ഇവിടെ. നമ്മൾ ഫുഡ് വന്ന് കഴിക്കാനുള്ള പരിപാടി കേട്ടോ.
അപ്പോൾ 10 അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു. ഇവിടുന്ന് നമ്മൾ ഇനി ഏകദേശം ഒരു 900 സംതിങ് ഉണ്ട് ജിദ്ദയ്ക്ക്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടർന്ന് വീണ്ടും യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി കൂടി മൂത്രമൊഴിക്കാൻ വേണ്ടി നമ്മൾ ഹൈവേൻ്റെ സൈഡിൽ നിന്ന് വണ്ടി നിർത്തി കേട്ടോ. ഹൈവേൻ്റെ സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടില്ലേ. ബസ്സുകൾ പോകണതാ ഏതാ സീനിയർ മാഷാള്ള അടിച്ചുപൊളി സീനിയറില്ല. നോക്കാം നിങ്ങളെ മരി ഭൂമിയാണിത്. ഏകദേശം ഒരു 1000-800 കിലോമീറ്റർ ഇവിടുന്ന് ജിദ്ദയ്ക്ക് കേട്ടോ. ഇവിടുന്ന് തായിഫ് വഴിയാണ് പോകുന്നത്. എപ്പോഴാണ് അവിടെ എത്തുകയെന്ന് അറിയില്ല. ഏകദേശം നേരം എത്രയായി ടൈമിൽ കാണിക്കുന്നുണ്ടാവില്ല. ഏകദേശം ഒരു 800 കിലോമീറ്റർ ഇനി എത്താനുണ്ടാവുള്ളൂ. അങ്ങനെ പൊന്നു മക്കളെ തായിഫിലെത്തി. നല്ല തണുപ്പാണ്. ഏകദേശം ഇവിടെ 17 ഡിഗ്രിയാണ് കാണിക്കുന്നത് തണുപ്പ്. രാത്രി 1 മണിയായി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഫലാഫിൽ തന്നെ കട കണ്ടപ്പോൾ കയറിയതാണ്. നാസ്ത കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിക്കാച്ചിട്ട് നട്ടപ്പാതിരായതൊരു സിമ്പിളായിട്ട് കഴിക്കാച്ചിട്ട് ഞങ്ങളിവിടെ ഫലാഫിൽ എന്നൊരു കട മസിരിയാളെ കടയാണ്. മസിരിയാളാണ് കാണുന്നത്. ഇതിൽ അവിടെ കയറി. അതാ 1 മണി കണ്ടോ. 1 മണിയായി. നവംബർ 27. അപ്പോൾ ഏകദേശം ഇവിടെ എത്തിയ മുഹമ്മദ് അലി റിയാസ് അവിടെ ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ 3 ഫലാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇരിക്കണമെങ്കില്ല നല്ല അടിച്ചുകൂടെ ആംബിയൻസ് കേട്ടോ. 2 മസിൽ ഒരു ബംഗാളി തന്നെ പോകുന്നുണ്ട്. ഞങ്ങൾ 3 ഫലാഫിൽ പറഞ്ഞ 3 ആൾക്ക് 3 ഫലാഫിൽ വലിയ കുറ്റി കേട്ടോ മാഷാള്ള. അപ്പോൾ കഴിക്കാച്ചിട്ട് ഓർഡർ കൊടുത്തിരിക്കും. ഇവിടെ ഏകദേശം നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ വേണം വേണ്ടത് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ റിയാസിൻ്റെ ഓർഡർ കൊടുത്തു. അങ്ങനെ ചങ്ങൾ നമ്മൾ തായിഫിൽ നിന്ന് രാത്രി 1 മണിക്ക് 1 മണിയല്ലേ 1 മണി നമ്മളവിടെ 1 മണിയാണ്. 1 മണിക്ക് നമ്മൾ ചെറിയൊരു ഇത് കഴിച്ചു. എന്താണ് ഒരു പനിക്കുറ്റി എന്താണ് സാൻഡ്വിച്ച് വലിയൊരു കുറ്റി 3 ആളും കൂടി അടിച്ചു. നമ്മൾ തിരിച്ച് കഴിഞ്ഞ് ജിദ്ദയിലേക്ക് പോകട്ടോ. നേരെ 1:25 അല്ല ഗായ്സ്. അപ്പോൾ നമ്മൾ പോയി കുടിക്കാണ് മക്കളെ. അത് വീഡിയോ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോളി. വീടിൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക കേട്ടോ. റോഡുകളൊക്കെ കാലിയാട്ടോ. നേരെ 1:25 1:30 ആവണം. റോഡുകളൊക്കെ കാലിയാണ്. അതുകൊണ്ട് കേട്ടോ ഏതായാലും നമ്മളവിടെ എത്തുമ്പോൾ എന്തായാലും 3 മണിയാവും ജിദ്ദയിൽ നമ്മൾ റൂമിൽ എത്തുമ്പോൾ. അപ്പോൾ അങ്ങനെ 3 മണിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ തായിഫിൻ്റെ ചുരം ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. ഇനി നമ്മൾ നേരെ മക്കയിലൂടെയാണ് ജിദ്ദയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ തായിഫിൻ്റെ ചുരം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇറങ്ങിയാണ്. വാഹനങ്ങളൊക്കെ ഇന്നേരത്തെ ഏകദേശം 1:30-1:45 മണിയാകുന്ന വാഹനങ്ങൾ വളരെ കുറവാണ്. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. പതുക്കെ പോകണം ഈ നേരത്തൊക്കെ ആകുമ്പോൾ കേട്ടോ. നമ്മൾ ചുരം ഇങ്ങനെ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. കാഴ്ചകൾ വളരെ കുറവാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സൈഡിലൂടെ ഇങ്ങനെ വന്നത് മേലെ കൂടെ ഇടാം. ആ ലൈറ്റ് കണ്ടെങ്കിൽ ആ ലൈറ്റ് അതാണ് സ്ട്രീറ്റ് ലൈറ്റ്. ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്തുകൂടെയുള്ള റോഡിലൂടെ നമ്മൾ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ആ റോഡിലൂടെ നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ചയുമായിട്ട് കാണാം. ഓക്കെ ബൈ ബൈ മസ്സലാമ.